സംസ്ഥാനത്ത് ശ്രീരാമ പ്രതിഷ്ഠയുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട്. പാലായിലെ രാമപുരവും തൃശ്ശൂരിലെ തൃപ്രയാറും തിരുവല്ലാമലയിലും എല്ലാം അതിൽ സവിശേഷതയാർന്നത് തന്നെ. അതേപോലെ പ്രാധാന്യത്തോടെ ശ്രീരാമദേവനെ പ്രധാന ദേവതയായി ആരാധിക്കുന്ന തലസ്ഥാനത്തെ ക്ഷേത്രമാണ് പ്ലാമൂട് ശ്രീരാമസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോടിന് സമീപത്താണ് ഈ ശ്രീരാമക്ഷേത്രം. വില്ലേന്തിയ ശ്രീരാമസ്വാമിയെ പൂജിച്ച് ആരാധിക്കുന്ന ഇവിടേക്ക് കർക്കിടക മാസത്തിൽ ഭക്തരുടെ അണമുറിയാത്ത പ്രവാഹമാണ്. തലസ്ഥാനത്തെ അനന്തപുരിയിലെ ഒരു പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പോത്തൻകോടിന് സമീപത്തെ പ്ലാമൂട് ശ്രീരാമക്ഷേത്രം ചരിത്രപ്പഴമ കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും ഏറെ കീർത്തിയാർജിച്ചതാണ് ഈ ക്ഷേത്രം. അനന്തപുരിക്ക് തന്നെ തിലകക്കുറിയായി മാറുകയാണ് പ്ലാമൂട് ശ്രീരാമസ്വാമി ക്ഷേത്രം. വില്ലേന്തിയ ശ്രീരാമദേവനെ പ്രധാന ദേവതയായി പൂജിക്കുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പോത്തൻകോട് സ്ഥിതി ചെയ്യുന്ന പ്ലാമൂട് ശ്രീരാമസ്വാമി ക്ഷേത്രം. പഞ്ചലോഹത്തിൽ തീർത്ത വിഗ്രഹവും കേരളീയ വാസ്തുവിദ്യയുടെ ചാരുതയിൽ നിർമ്മിച്ച ശ്രീകോവിലും ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണീയതയാണ്. ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യന്മാരിൽ ഒരാളായ ഗോവിന്ദപിള്ള ഗുരുക്കൾ തൻ്റെ ഭൂമിയിൽ തെക്കത് സംവിധാനത്തിൽ ആരാധിച്ചു വന്നതാണ് ശ്രീരാമസ്വാമിയെ. ഗോവിന്ദപിള്ള ഗുരുക്കളുടെ കാലശേഷം പിൻതലമുറക്കാരും പ്രാദേശികരായ ഭക്തസംഘവും ചേർന്ന് ക്ഷേത്രത്തെ എന്നീ കാണുന്ന നിലയിലേക്ക് എത്തിച്ചു. പാറയിൽ ഗോവിന്ദപിള്ള എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീരാമദാസാശ്രമത്തിൻ്റെ ഒരു സത്യാനന്ദ സരസ്വതിയുടെയും ഒരു ശിഷ്യനായിരുന്നു. നിരന്തരം സത്യാനന്ദ ആശ്രമത്തിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ രാമായണ വായന അവിടുത്തെ പട്ടാഭിഷേകത്തിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. വയസ്സായപ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് അത് ചെന്ന് സത്യാനന്ദ സരസ്വതി അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം ഇവിടെ വന്ന് ഈ 2 ഏക്കർ ഭൂമി ചുറ്റി നടന്നിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ഒരു കളം ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞ്, ഞാൻ ഒരു ഫോട്ടോ തരാം, ആ ഫോട്ടോ ഇവിടെ വച്ച് നീ ആരാധിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇവിടെ വച്ച് ഫോട്ടോ ആരാധിച്ചു. അത് കുറേ കാലങ്ങൾ പോയി. അത് അവസാനം ബാലഗോകുലത്തിൻ്റെ പേരിൽ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയും തുടക്കവും ഒക്കെ ഇവിടെ നിന്ന് ആരംഭിച്ച് അങ്ങനെ ഈ ആശ്രമം പുറം ലോകം അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വി രഘുമാറിൻ്റെ കയ്യിലെത്തുകയും അദ്ദേഹം ഈ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പൂർണ്ണ അധീനതയിൽ അദ്ദേഹം പ്രമാണമാക്കി 17 അംഗ ട്രസ്റ്റ് സമിതി രൂപീകരിച്ച് നമ്മളെല്ലാവരുടെയും കൂടി ചേർന്ന്, അന്ന് ചെറിയ ഒരു ഭജനമഠം പോലെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു അമ്പലം കെട്ടണമെന്നൊരാഗ്രഹം വന്ന് അമ്പലം കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദേവപ്രശ്നം വച്ചു. ദേവപ്രശ്നം വച്ചപ്പോഴേക്ക് അമ്പലത്തിൻ്റെ അളവുകൾ ശരിയല്ലെന്ന് മനസ്സിലായി. അങ്ങനെ പുതിയ അമ്പലം തുടങ്ങാനായിട്ട് പ്രാരംഭം കുറിച്ച് സ്ഥപതി വന്ന് കണക്ക് നോക്കി ശിലയിടാനായിട്ട് കണക്ക് നോക്കിയപ്പോൾ സത്യാനന്ദ സരസ്വതി നേരത്തെ ഇവിടെ ഏത് രീതിയിലാണോ കളം വരച്ചു കൊടുത്തത് അതേ സ്ഥാനത്ത് തന്നെയാണ് പുതിയ അമ്പലവും വന്നത്. ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല.
ദാശരഥി പൂജ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. ശ്രീരാമനവമി ദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കാറുണ്ട്. ആയില്യ പൂജയും മണ്ഡലചെറപ്പ് മഹോത്സവവും ക്ഷേത്രത്തിൽ പ്രാധാന്യത്തോടെ നടത്തിവരുന്നു. ഇവിടുത്തെ ശ്രീരാമക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് 8 വർഷമായി. കർക്കിടകം 30 നമുക്ക് ദാശരഥി പൂജ എന്ന പേരിൽ പൂജയുണ്ട്. പിന്നെ വൃശ്ചികത്തിൽ 43 ദിവസത്തെ പൂജയുണ്ട്. പിന്നെ ഗണപതി ഭഗവാനുണ്ട്, നാഗരാജാവുണ്ട്. എല്ലാ കർക്കിടക മാസത്തിലും 30 ദിവസം പൂജയും അഹോരാത്ര രാമായണ പാരായണം നടത്തി പട്ടാഭിഷേകത്തോടുകൂടി സമാപിക്കുകയും ചെയ്യുന്നു. അതുപോലെ കർക്കിടക ബലി ഉൾപ്പെടെയുള്ള നല്ല പുണ്യപ്രവൃത്തികളും എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗണപതി ഹോമം, ആയില്യ പൂജ, അങ്ങനെയുള്ള ശ്രീരാമനവമിയിൽ ശ്രീരാമ ഉത്സവവും വളരെ ഗംഭീരമായി 8-ാം വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. അടുത്ത 9 വർഷത്തിലേക്ക് കടക്കുന്നു. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തർ ദേശദേശാന്തരങ്ങളിൽ നിന്ന് പ്ലാമൂട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്താറുണ്ട്. നമ്മുടെ രാമായണ വായനയിലൂടെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ്. ഒരുപാട് ശ്രീരാമ ഭക്തർ നമ്മുടെ അടുത്തുനിന്നല്ല ദൂരെ നിന്നാണ് ഒരുപാട് പേര് എത്തുന്നത് ശ്രീരാമക്ഷേത്രം അന്വേഷിച്ച്. വരുന്നവരൊക്കെ പറയുന്നത് വിളിച്ചാൽ വിളിയാക്കുന്ന ഒരു ഭഗവാനാണ് ശ്രീരാമൻ എന്നാണ് പറയുന്നത്. ഇവിടെ കർക്കിടക ബലിയോടനുബന്ധിച്ച് ഒരുപാട് പേര് ഇവിടെ ബലിതർപ്പണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഭക്തർക്ക് അഭീഷ്ട വരപ്രദായകനാണ് ശ്രീരാമസ്വാമി എന്നാണ് ഭക്തർ പറയുന്നത്. ഈ കലിയുഗത്തിലെ മോക്ഷദായകനായ ശ്രീരാമനെ രാമായണ പാരായണം ചെയ്യുന്നത് മോക്ഷപ്രദമാണ്. വളരെ അനുഗ്രഹമുള്ളൊരു നാടാണ് ഈ പ്ലാമൂട്. ഇവിടെ വന്ന് ഈ ശ്രീരാമക്ഷേത്രത്തിൽ രാമായണം വായിക്കാൻ കഴിയുന്നതും ഈ രാമനെ തൊഴാൻ കഴിയുന്നതും വളരെ അനുഗ്രഹപ്രദമാണ്. അനേകായിരം ആൾക്കാർ ഇപ്പോൾ തന്നെ അറിഞ്ഞ് ഇവിടേക്ക് വരുന്നുണ്ട്. വളരെ മോക്ഷദായകമായ ഒരു ക്ഷേത്രമാണ്. എല്ലാവരും ഇവിടെ വന്ന് തൊഴാറുണ്ട്. ശ്രീരാമസ്വാമിക്ക് പുറമെ ഉപദേവതകളായി ഗണപതിയും നാഗരാജാവിനെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഒരു നാടിന് തന്നെ ഐശ്വര്യമായി മാറുന്നതും പോത്തൻകോട് പ്ലാമൂട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയാൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഒരു തെക്കത്ത് സമ്പ്രദായത്തിലാണ് പ്ലാമൂട് ശ്രീരാമക്ഷേത്രം ആദ്യം ആരംഭിക്കുന്നത്. പിന്നീടാണ് പ്രതിഷ്ഠ നടത്തി ശ്രീരാമക്ഷേത്രത്തിലേക്ക് വരികയും ഒരു മഹാക്ഷേത്രത്തിലേക്കുള്ള ഒരു വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ എല്ലാം വലിയ സാന്നിധ്യവും ഉണ്ട്. രാമായണമാസക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും രാമമന്ത്ര മുഖരിതമാണ് പ്ലാമൂട് ശ്രീരാമക്ഷേത്രം.